ഈ സീസണിൽ പലരുടെയും പുറത്താകൽ പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം നിരവധി ഞെട്ടലുണ്ടാക്കിയിരുന്നു. അത്തരത്തിലുള്ള ഒരു എവിക്ഷനാണ് കഴിഞ്ഞ ദിവസവും നടന്നത്. ശനിയാഴ്ചത്തെ എപ്പിസോഡിലൂടെ നോറയും ഞായറാഴ്ചത്തെ എപ്പിസോഡിലൂടെ സിജോയും പുറത്താവുകയായിരുന്നു. അതോടെ നോറയുടെയും സിജോയുടെയും എവിക്ഷൻ അൺഫെയർ ആണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. കാരണം ഹൗസിൽ ഇപ്പോൾ ടോപ്പ് 6 ആയി അവശേഷിക്കുന്നവരിൽ ചിലരേക്കാൾ ഹൗസിൽ നിൽക്കാൻ എന്തുകൊണ്ട് യോഗ്യത നോറയ്ക്കും സിജോയ്ക്കുമാണെന്നായിരുന്നു കമന്റുകൾ ഏറെയും. ശ്രീധുവിനെ പോലെയുള്ള സേഫ് ഗെയിമേഴ്സ് ഹൗസിൽ തുടരുന്നതിനോട് പ്രേക്ഷകർക്ക് എതിർപ്പുണ്ട്. സിജോയുടെ എവിക്ഷൻ ബിഗ് ബോസ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അർജുനായിരുന്നു. ഇരുവരും കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അർജുന്റെ ആ കരച്ചിൽ തന്നെയാണ്. കാരണം സിജോയും അർജുനും തമ്മിൽ ഇത്തരത്തിലൊരു സൗഹൃദം ഉള്ളതായി പ്രേക്ഷകരിൽ ആർക്കും തന്നെ ഇതുവരെയും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുനെ വിമർശിച്ചാണ് ഏറെയും കമന്റുകൾ വരുന്നത്. സിജോയുടെ വോട്ട് പിടിക്കാനുള്ള തന്ത്രമായിരുന്നു പെട്ടെന്നുള്ള സൗഹൃദവും കരച്ചിലുമെന്നാണ് അർജുനെ കുറ്റപ്പെടുത്തി വന്ന കമന്റുകൾ. അർജുൻ കരഞ്ഞത് കുറച്ച് ഓവറായില്ലേ? സിജോയും അർജുനും തമ്മിൽ നല്ലൊരു അടുപ്പമുള്ളതായി തോന്നിയിരുന്നില്ല. സിജോ പോകുമ്പോഴുള്ള അർജുന്റെ കരച്ചിൽ കണ്ട് സിജോ പോലും അന്തം വിട്ടു. ഇവന്റെയൊക്കെ ഫേക്ക് ഫേസ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നിങ്ങനെയായിരുന്നു അർജുനെ വിമർശിച്ചു വന്ന കമന്റുകൾ. അതേക്കുറിച്ചൊരു കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. ആ എവിക്ഷൻ പ്രക്രിയയുടെ അവസാന റൗണ്ടിൽ സിജോയും ശ്രീധുവുമാണ് നിൽക്കുന്നത്. അർജുൻ സ്വാഭാവികമായും ശ്രീധു സേവ് ആകണമെന്നാകുമല്ലോ ആഗ്രഹിക്കുക. ശ്രീധു പോകണമെന്ന് അർജുൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുന്നില്ല. അപ്പോൾ അർജുൻ ആഗ്രഹിച്ച പോലെ തന്നെ ശ്രീധു സേവായി. ഈ മൊമെന്റിലാണ് അർജുൻ കരയുന്നത്. സിജോ എവിക്റ്റായി എന്ന സങ്കടത്തിലാണോ അർജുൻ കരയുന്നത്? അപ്പോൾ പിന്നെ ശ്രീധു പോകണമെന്നായിരുന്നോ അർജുന്റെ മനസ്സിൽ? സിജോയും അർജുനും തമ്മിൽ അങ്ങനെ ആഴത്തിലൊരു സൗഹൃദം ഉള്ളതായി ഇന്നേ വരെ കണ്ടിട്ടില്ല. അർജുന് അറ്റാച്ച്മെന്റ് ഉള്ള ആളുകൾ ഇതിനു മുൻപ് ഔട്ടായി പോയപ്പോഴും അർജുൻ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ ശരിക്കും നിഷ്കളങ്കനായ മുടിയനായിരുന്നു കരഞ്ഞിരുന്നതെങ്കിൽ പിന്നെയും വിശ്വസനീയമായി തോന്നിയിരുന്നേനെ. അഭിഷേക്, ജാസ്മിൻ, ജിൻഡോ അങ്ങനെ എല്ലാവരും ഷോക്കായി. എല്ലാവരും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നതിനിടയിൽ ജാൻമണി മോഡൽ കരച്ചിൽ അർജുൻ നടത്തിയത് എന്തിനായിരിക്കുമെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ ചോദിക്കുന്നത്. അതേസമയം ചിലർ അർജുനെ അനുകൂലിച്ചും രംഗത്തെത്തുന്നുണ്ട്. അർജുന്റെ കരച്ചിൽ സഹാനുഭൂതിയുടെ ഭാഗമായിരുന്നു. സിജോ ഞായറാഴ്ച ലാലേട്ടനോട് പറഞ്ഞത് കേട്ടിരുന്നോ? പിറന്നാളായിട്ട് തന്നെ സേവ് ആക്കുമെന്ന് കരുതിയിരുന്നുവെന്ന്. അത്രയും കോൺഫിഡന്റ് ആയ ഒരാളുടെ സ്വപ്നം പൊലിഞ്ഞു പോകുമ്പോൾ ഹൃദയമുള്ള ആർക്കും വിഷമം തോന്നും എന്നിങ്ങനെയായിരുന്നു അർജുനെ അനുകൂലിച്ച് വന്ന കമന്റുകൾ. അതേസമയം ബിഗ് ബോസിൽ നടത്തുന്ന ആക്ടിലെല്ലാം വളരെ മികച്ച പ്രകടനമാണ് അർജുൻ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പരകായ പ്രവേശൻ ടാസ്കിൽ അർജുൻ ആയിരുന്നു മികച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ പരകായ പ്രവേശൻ ടാസ്കിന് ശേഷം വോട്ടിംഗിൽ അർജുൻ കുതിച്ചു കയറുന്നുമുണ്ട്. നിലവിൽ ടോപ്പ് 2 വരെ അർജുൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകരടക്കം പറയുന്നത്. അതേസമയം 7 പേരാണ് ഇക്കുറി നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നത്. അർജുൻ, ജിൻഡോ, ശ്രീധു, സിജോ, ജാസ്മിൻ, ഋഷി, നോറ എന്നിവരായിരുന്നു അത്. ഇതിൽ നോറയുടെ എവിക്ഷൻ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ പ്രഖ്യാപിച്ചിരുന്നു. അർജുൻ, ജിൻഡോ എന്നിവർ സേവ്ഡ് ആണെന്നും മോഹൻലാൽ ശനിയാഴ്ച തന്നെ പറഞ്ഞിരുന്നു. ശ്രീധു, സിജോ, ജാസ്മിൻ, ഋഷി എന്നിവരുടെ ഫലമാണ് പെൻഡിംഗ് ആയിരുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ബിഗ് ബോസ് തന്നെയാണ് ഞായറാഴ്ച നടന്ന എവിക്ഷൻ പ്രഖ്യാപിച്ചത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സിജോ എവിക്റ്റ് ആവുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.